എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സമ്മർദ്ദം. ജോലി തിരക്ക്, കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ ഈ തിരക്കിട്ട ലോകത്ത് ആർക്കാണ് സമാധാനമുള്ളത്? പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഈ സ്ട്രെസ് നമ്മുടെ സന്തോഷവും ആരോഗ്യവും കവർന്നെടുക്കുകയും ചെയ്യും. ഇതൊരു ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണോ? അല്ല എന്നാണ് ഉത്തരം. നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാൻ സാധിക്കും. ശാന്തമായൊരു ജീവിതം തിരികെ ലഭിക്കാൻ സഹായിക്കുന്ന വളരെ ലളിതവും എന്നാൽ എളുപ്പമുള്ളതുമായ 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. രാവിലെ ഉണരുമ്പോൾ തന്നെ മൊബൈൽ എടുത്തു നോക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ദിവസത്തെ സമ്മർദ്ദത്തിന് നിങ്ങൾ ലൈസൻസ് നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു ദിവസം തുടങ്ങുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് സമയം മനസ്സിനായി മാറ്റിവെക്കുക എന്നതാണ്. മൈൻഡ്ഫുൾ ബ്രീത്തിങ് ചെയ്യുക എന്നതും ഒരു ടെക്നിക്കാണ്. കസേരയിലോ കട്ടിലിലോ നിവർന്നിരിക്കുക. നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് മാത്രം ശ്രദ്ധിക്കുക. ചിന്തകൾ വരുമ്പോൾ അതിനെ തടയാതെ വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇന്നെനിക്ക് ശാന്തമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുക. ഈ രീതി തുടർന്നാൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. എത്ര തിരക്കിട്ട ദിവസമായാലും ഇന്നർ പീസ് നമുക്ക് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സമ്മർദ്ദം കൂടാനുള്ള ഒരു പ്രധാന കാരണം നോ പറയാൻ അറിയില്ല എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അതിർത്തികൾ നിശ്ചയിക്കാൻ പഠിക്കേണ്ടതും അനിവാര്യമാണ്. ഓഫീസിലെ അധിക ജോലി, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ബാധ്യതകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്രമ സമയത്തെ കവർന്നെടുക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വേണ്ട എന്ന് പറയാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ നോ പറയുമ്പോൾ ഉണ്ടാകുന്നത് കുറ്റബോധമല്ല, സ്വയം പരിപാലനമാണ്. നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്നതിനേക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ല. അതിനാൽ നിങ്ങളുടെ സമയവും ഊർജവും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. സമ്മർദ്ദവും ഭക്ഷണവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ടെൻഷൻ വരുമ്പോൾ കാപ്പി കുടിക്കുക അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ നമുക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും പിന്നീട് കൂടുതൽ ക്ഷീണത്തിലേക്ക് നമ്മളെ തള്ളിവിടും. ശരീരത്തിന് നൽകുന്ന ഭക്ഷണം നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആദ്യം ബാധിക്കപ്പെടുന്നത് ഉറക്കമാണ്. ഉറക്കം നഷ്ടമാകുമ്പോൾ സ്ട്രെസ് വീണ്ടും കൂടും. ഇതൊരു കഷ്ടകാലമോ മോശ സമയമോ നിങ്ങൾക്ക് അനുഭവപ്പെടാം. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക. നിങ്ങളുടെ ശരീരം ഒരു ചിട്ടയിലേക്ക് മാറും. കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് മൊബൈൽ ഫോൺ, TV, ലാപ്ടോപ്പ് എന്നിവ പൂർണ്ണമായി ഒഴിവാക്കുക. ഇവയിൽ നിന്നുള്ള നീല വെളിച്ചം ഉറക്ക ഹോർമോണായ മെലാറ്റോണിന്റെ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തും. നല്ല ഉറക്കം എന്നത് സമ്മർദ്ദത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, അടുത്ത ദിവസത്തെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനുള്ള ഇന്ധനം കൂടിയാണ്. ശാന്തമായ ജീവിതം എന്നത് ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് മൈൻഡ്ഫുൾ ലിവിങ്, നോ പറയാനുള്ള അധികാരം, സ്ട്രെസ് ഡയറ്റ്, സ്ലീപ്പ് ഹൈജീൻ, നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാൻ സഹായിക്കും.